ഇനിയുള്ളത് മിഥുനക്കൂറാണ്. മിഥുനത്തിൻ്റെ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർതത്തിൻ്റെ 3/4 ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂറ്. ലഗ്നത്തിലാണ് വക്രബുധൻ. ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ അത്ര അനുകൂലമല്ല. അതേസമയത്ത് പഴയ പദ്ധതികൾ വേണ്ട വിധത്തിൽ ആക്കാൻ ഉള്ള ശ്രമങ്ങളും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ആശാസ്യമായിട്ട് കാണുന്നത്. സംസാരശേഷി ആവശ്യമായിട്ടുള്ള ചില തൊഴിലുകളും ഒക്കെ IT അല്ലെങ്കിൽ മീഡിയ, അതുപോലെ അധ്യാപന വൃത്തി മുതലായിട്ടുള്ള എഴുത്ത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, കോടതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഇൻ്റർവ്യൂകളിൽ നിന്ന്, അതുപോലെ പണ്ട് നൽകിയിരുന്ന അപേക്ഷകളും ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ട അപേക്ഷകളിൽ നിന്നും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാന വർധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. ചില പഴയ കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, അങ്ങനെയുള്ള ഓൺലൈൻ ബിസിനസ്സുകളിൽ കൂടെയുള്ള ക്രയവിക്രയം, ഇതൊക്കെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അത് കൊണ്ട് ചില അപകടങ്ങൾ പറ്റിയേക്കാം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ സമ്പാദ്യങ്ങൾ, ശ്രദ്ധയോടുകൂടിയുള്ള സമ്പാദ്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ആരോഗ്യപരമായിട്ട് ഈ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാവുന്നതാണ്. അതുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ധ്യാനത്തിനും അതുപോലെ ചെറിയ വ്യായാമങ്ങൾക്കും ഒക്കെ പ്രാണായാമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സംസാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ്. സൗമ്യതയോടുകൂടിയുള്ള സംസാരം, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ഇവരോടൊക്കെയുള്ള സംസാരത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. അതുപോലെ തന്നെ കാരണവന്മാരുടെയൊക്കെ ഉപദേശം കേൾക്കാനും ഒക്കെ പിന്നീട് അത് നന്മയ്ക്കായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. പരിഹാരമായിട്ട് വിഷ്ണു ഭജനം നടത്തുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങളോ വിശേഷിച്ച പുസ്തകങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം നല്ലതാണ്. അതുപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും അതുപോലെയുള്ളവ ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂല ഫലം, ശുഭഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്.